Okay, we'll start the class again. So this was the problem what we are discussing in the last hour. Uh, there's an iron ring. Its length is 50 centimeter. So again we will mark this 50 centimeter over here. Okay, so it is 50 centimeter. Okay, so if we convert this into meter, how much it will be? 50 into raised to 2 10 raised to -2. -2. അല്ലേ അല്ലേ 10 raised to -2 അല്ലേ അതെ. അതെ ഓക്കെ സോ ഇറ്റ് ഈസ് 50 into 10 raised to -2. Okay, then they are telling there is an air gap. Okay, so I forgot to mark the air gap here. So there is an air gap. So we will mark this air gap like this. So there is an air gap. And it has a length 1 mm. So the length of this air gap, Lg. So in the last class, we were denoting this length by Lg. So you can mark it is Lg is equal to 1 mm. And if you convert into meter, what is the length? 1 into 10 raised to -3. -3. Okay, then they are telling like it is also has a winding of 200 tons. So there is a winding. So I will mark it in a different color. So there is a winding. You can see this. There's a winding. And this winding number of turn is 200. So I can mark this 200 here. 200. That means n is equal to 200. And relative permeability of iron. Okay, that is mu R1. അല്ലേ ഒരു മെറ്റീരിയലേ നമുക്കുള്ളൂ ഒന്ന് എയർ ആണ് ഒന്ന് അയൺ ആണ് സോ relative permeability of iron is 300. So they have directly given, and they are telling that when a current of 1 ampere flows through the coil, so the current through coil is 1 ampere. So when this current 1 ampere flows through the coil, find what is the flux density. They are asking us to find out what is the flux density B. We have to find out what is B. And again they are giving permeability of air. റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റിലേറ്റീവ് പെർമിബിലിറ്റി 1 ആണ്. അപ്പോൾ പെർമിബിലിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്ക് μ0 ഇൻറ്റു μr അതെന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 1 ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4π ഇൻറ്റു 10⁻⁷. ഓക്കെ, നൗ വിച്ച് ഫോർമുല വി ഹാവ് ടു യൂസ് ടു ഫൈൻഡ് ഔട്ട് ഫ്ലക്സ് ഡെൻസിറ്റി? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? NI divided by L അല്ലേ ഇക്വേഷൻ വരാം. NI divided by L. ഓക്കെ, അത് ഏതിൻ്റെ ഇക്വേഷനാ? എച്ചിൻ്റെ ഇക്വേഷൻ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് H is equal to NI divided by L. നമുക്ക് എച്ച് അല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അല്ല അത് സ്ട്രെങ്ത്തിന്റെ ആണല്ലേ, സോറി. ഓക്കെ, ബി ഈക്വൽ ടു 5 അല്ല അതല്ലേ എന്താണ് ഏത് ഇക്വേഷൻ പറഞ്ഞേ? ബി ഈക്വൽ ടു 5/A. അത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ അല്ലേ? ഡെൻസിറ്റിന്റെ ഇക്വേഷൻ B ഈക്വൽ ടു 5/A. ഇതിൽ നമുക്കിപ്പം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഏരിയ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഫ്ലക്സ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഫ്ലക്സ് തന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല.
ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് കയ്യിലുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടും വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതിനേക്കാളും നല്ല ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏത് ഇക്വേഷനാണ് ഉള്ളത്? നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എം എം എഫിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു റൈറ്റ് ഇക്വേഷൻസ് ഓഫ് എം എം എഫ്. ഓക്കെ, ഐ വിൽ റൈറ്റ് ഹിയർ എം എം എഫ് ഈസ് ഈക്വൽ ടു, പറ എം എം എഫിന്റെ ഇക്വേഷൻ പറ. ടോട്ടൽ എം എം എഫ് ഇൻ എ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു, ആരെങ്കിലും പറയൂ, ബി ഇൻറ്റു L1 L1 by mu 0 mu R1 mu 0 mu R1 plus plus B B into LG LG by mu 0. by mu 0. So നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു, വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ് വാല്യൂ ഓഫ് ബി. ഈ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് എം എം എഫ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ. അത് നമുക്കറിയാം. ഓക്കെ, സോ എൻ ഐ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ mu 0 mu R1 പ്ലസ് ബി ഇൻറ്റു LG ഡിവൈഡഡ് ബൈ mu 0. സോ എന്നിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ലേ? 200 തന്നിട്ടുണ്ട് അല്ലേ? ഐന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിന് 1. കറണ്ടും തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് എം എം എഫ്. ദെൻ വാട്ട് അബൌട്ട് L1? L1 തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ LG തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. mu 0 കോൺസ്റ്റന്റ് ആണ്. mu R1 തന്നിട്ടുണ്ടോ? 300 തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ mu 0 കോൺസ്റ്റന്റ് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബി എന്താണെന്ന് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കുവോ ഒന്ന്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ഞാൻ ചെയ്യണം? ഞാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുവോ, ഞാൻ ചെയ്യണം? ചെയ്ത് നോക്കും. So first you draw this diagram and mark mark all the given data. Again, if there are some terms like mu R1 and current and all, you can write it separately. Given data underline it. Then you write mu R1 is equal to 300. Then whatever values you can write that also. Again, then the equation for finding out B or flux density is equal to MMF is equal to NI equal to B into L1 divided by mu 0 mu R1 plus B into LG divided by mu 0. So you write the equation, substitute all the value and tell me the answer.
ഓക്കെ, എല്ലാവരും ഇക്വേഷൻ ഒക്കെ എഴുതിയില്ലല്ലേ? കാളിദാസ് ചെയ്യുന്നില്ലേ? Yes, sir. So what is the answer? ആരാണ് സംസാരിച്ചത്? ആർക്കും ആൻസർ കിട്ടിയോ? Sir, one. നവീത്, നീ എൻ്റെ ഓഡിയോ കുറച്ച് ക്ലിയർ അല്ല. ഒന്ന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ്. അത് കിട്ടിയിട്ടില്ല. So this is a procedure to find B. Total MMF required equal to MMF required by iron part plus MMF required by air gap. So Na is equal to H1 L1 plus H2 Lg, or anything you can write. Na is equal to B into mu 0 mu r1 L1 plus B divided by mu 0 into Lg. And then they are substituting this value. N is 200, I is 1. Then mu 0 is 4 pi into 10 raised to minus 7. Okay, here you have to multiply with. Okay, നവീദിന് കിട്ടിയ ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. So B into 10 raised to minus B into 50 into 10 raised to minus 2 plus B divided by 4 pi into 10 raised to minus 7 into 1 into 10 raised to minus 3. ഇത് തന്നെയാണ് നവീദ് സോൾവ് ചെയ്തത് അല്ലേ? ഒന്നും കൂടെ നോക്കിട്ട് ചിലപ്പോൾ എൻ്റെ ഫൈനൽ ആൻസർ വേറെ ഉണ്ടാവും, കാരണം ഇവിടെ L1 കാണിച്ചിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്തോ. 0.094 വരും. 0.094 അതാണ് ആൻസർ അല്ലേ? ദിസ് ആൻസർ ഇസ് കറക്റ്റ്. ഞാനിവിടെ ഇത് എഴുതാൻ മറന്നു പോയിട്ടുണ്ട്, ബട്ട് ആൻസർ ഇസ് കറക്റ്റ്. വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ഈ ആൻസർ?
ഓക്കെ, ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് ആയോ? ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്കെ, എത്രയേ ഉള്ളൂ? ഇത് ഇത്ര ടൈം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കിട്ടില്ലേ? വിഷ്ണു കിട്ടിയ ആൻസർ കിട്ടിയ? Yes, sir. വിഷ്ണു സന്തോഷിന് Sir, calculate in. സെയിൻ, മുഹമ്മദ് സെയിൻ, Present, sir. അറ്റൻഡൻസ് അല്ല, ആൻസർ കിട്ടിയ? ആൻസർ, ഇതിന്റെ ആൻസർ കിട്ടിയ? Yeah. ചെയ്യുന്നുണ്ടോ? നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബുക്കോ പേപ്പറോ എന്തെങ്കിലും കയ്യിലുണ്ടോ? സെയിൻ, മുഹമ്മദ് സെയിൻ. നീ ഓഡിയബിൾ അല്ല, നീ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്. ഹൃതിക്, നീ ചെയ്യുന്നുണ്ടോ? ഹൃതിക് ആ സാർ ചെയ്യുന്നുണ്ട്. ആൻസർ കിട്ടിയാ? ഇല്ല, ചെയ്യുന്നേ. ഇവിടെ ഇത്ര ടൈം തരാൻ പറ്റൂല, ഇത് ബാൻ ചെയ്യണ്ടല്ലേ. നിഹാൽ, ആൻസർ കിട്ടിയാ? ചെയ്തോണ്ടിരിക്കുക. അതൊന്ന് ഇത്ര ടൈം എന്താ വേണ്ടേ?
മർസൂക്ക് നിനക്ക് ആൻസർ കിട്ടിയില്ലേ? ഇല്ല സാർ, തെറ്റാ. എന്താ തെറ്റിപ്പോകുന്നത്? സാറേ എന്തെങ്കിലും തെറ്റാ വെക്കുന്നത്? ഓക്കെ, ഇവിടെ ഈ സൈഡിൽ 200 അല്ലേ? നമ്മുടെ NI എന്ന് പറയുന്നത് 200 ആണ് കിട്ടുക. സോ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് സ്റ്റെപ്പ്. ഈ ആദ്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. 50 ഇൻറ്റു 10⁻²² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7 ഇൻറ്റു 300. അത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ട് ഹാഫായിട്ട് തന്നെ ചെയ്യാത്. ഇതെത്ര കിട്ടിയത്? 50 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7 ഇൻറ്റു 300. എത്ര കിട്ടിയത്? ഓക്കെ, നിങ്ങൾ പൈ ഇപ്പം കാൽക്കുലേറ്റർ ഏത് മോഡിലുള്ള? ഡിഗ്രിയിലാണോ റേഡിയനിലാണോ? ഡിഗ്രിയില്. ആദർശിന് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല, എന്റെ തെറ്റിപ്പോയി. പുതിയ റേഡിയനിലിട്ട് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ ആരായിരുന്നു? അലനാണ് സാർ. അല്ല, നീ റേഡിയനിലല്ലേ ഇട്ടിട്ടുള്ളത് മോഡ്? ഏത്? അത് ചെയ്തിട്ട് 1326.291 അങ്ങനെ കിട്ടും. അത് കിട്ടി. ഇത് ഏത് ഇപ്പൊ ഇവിടെ കിട്ടിയതാ? ബി ഇൻറ്റു അതന്നെ എത്രയാണ്? 326.29119. ഇൻറ്റു 10⁻⁻. എന്തൊക്കെ ഉണ്ടാ? ഇല്ല 29 ആണ്. ഓക്കെ, 0.29 അല്ലേ? ഓക്കെ, ഇനി പ്ലസ് ബി ഇൻറ്റു ഇത് സോൾവ് ചെയ്യും. 1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7. നിന്റെ കാൽക്കുലേറ്ററും ഇതിലല്ലേ ഉള്ളത് അല്ലേ? റേഡിയനിലല്ലേ ഉള്ളത്? നോക്കാൻ അറിയാം. മുകളിൽ D-നും R-നും എഴുതിയിട്ടുണ്ടാവും ഡിസ്പ്ലേന്റെ മേലെ. എൻ്റെ ഡിഗ്രിയില്ല. ഡിഗ്രി ലെവലിൽ അപ്പം കാൽക്കുലേഷൻ മാറും. പൈൻ്റെ വാല്യൂ റേഡിയനിലേക്കാക്കുക. മനസ്സിലായ? മർസൂക്കിന് മനസ്സിലായ? ഡിഗ്രി റേഡിയൻ. ഏതാണ് അലൻ പറഞ്ഞ? ആൽഫ സാധാ മോഡിലാണ്. ഞാൻ മോഡ് മാറ്റിയൊന്നുമില്ല. ആ ആദർശിന് ആൻസർ കിട്ടിയോ? സാറേ അന്നേരം 1326.291192 കിട്ടുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തെന്നാല് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്ത 1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7. അതെത്ര കിട്ടുന്നത്? $795.77. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നീ മറ്റേ സിംപ്ലിഫൈ ബിന്റെ എന്താന്ന് കണ്ടുപിടിച്ചത്. ഇത് രണ്ടും ആഡ് ചെയ്യുക. ബി എന്ന് പറയുന്നത് 200 ഡിവൈഡ് ബൈ ഇപ്പൊ ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂ. അതായത് 1326 പ്ലസ് 795.7 അത് കാൽക്കുലേറ്റ് ചെയ്യുക. 200 ഡിവൈഡ് ബൈ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബി കിട്ടുന്നു പറഞ്ഞു? $0.0942. 0.0942. ഓക്കെ, മർസൂക്കിന് കിട്ടുന്നുണ്ടോ?
ആ ഇല്ല എന്റെ ഡിഗ്രിയിലായോണ്ടാന്ന് തോന്നുന്നു. ആ റേഡിയനിലേക്ക് എങ്ങനെയാ ആക്കണ്ടേ? അതിന് ഇതിപ്പം മോഡിലുണ്ടാവും. ഡിഗ്രി തന്നെ കിട്ടിയ ഡിഗ്രിയിൽ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഡിഗ്രി ഞാൻ ഇരുപത് ഡിഗ്രി തന്നെയാ. ഓക്കെ, അല്ല ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ബാക്കി ഇത് നീ സായുജ് ഇത് തന്നെയാണോ ഡിവൈഡ് ചെയ്തത്? 200 ഡിവൈഡഡ് ബൈ ആ ഈ 2000 അടുത്തുള്ള വാല്യൂ അല്ലേ ഡിവൈഡ് ചെയ്തത് അല്ലേ? ആ മർസൊക്കെ അത് നോക്കിയാ നീ ഇത്ര കിട്ടിയിട്ട് ബാക്കി നീ നോക്ക്. 200 ഡിവൈഡഡ് ബൈ എനിക്ക് തോന്നുന്നു ഇത് അറൌണ്ട് 2000 സംതിങ് വരും. 2000 121. അതെങ്ങനെയാണോ 200 ഡിവൈഡഡ് ബൈ അല്ല ഇത് രണ്ടും ആഡ് ചെയ്യല? ആ സാർ കിട്ടി. ആ എന്താ നീ മിസ്റ്റേക്ക് എന്താ വരുത്തിയേ? അത് ഞാൻ 200 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. നിന്നെ എന്നാ ചെയ്യേ? ആ ഇപ്പൊ കിട്ടി. ഓക്കെ, ബാക്കി എല്ലാവർക്കും കിട്ടിയാ? കാളിദാസിനെ കിട്ടിയാ? ആ കിട്ടി, ഇപ്പം കിട്ടി. ആനന്ദ് വി ഇല്ല സാർ. ഈ ബീന്റെ ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിയ, ഈ ഒരു വാല്യൂ വരെ എത്തിയ? ഇല്ല സാർ, അത് തെറ്റിപ്പോയി. 1 പോയിന്റ് ആദ്യം കിട്ടി ചെയ്തു കൊടുക്കുന്നു. ഏത് 1 പോയിന്റ് എന്ന് പറയുമ്പോൾ ബീന്റെ കൂടെയുള്ള ടേം 1 പോയിന്റ് കിട്ടിയത്? അല്ല, ഫുള്ളായിട്ട്. അല്ല, ഈ ബീന്റെ കൂടെയുള്ള വാല്യൂ ഇല്ലേ 1000? സാറേ അങ്ങനെയല്ല, ഇപ്പറ എടുത്തിട്ട്. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാനുള്ളത് കുറച്ച് കഴിയുമ്പോൾ നോക്ക് കിട്ടുന്നുണ്ടോ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ സാർ. ഓക്കെ, ഇത് ഒന്ന് എഴുതിയെടുക്കുക. എ സർക്കുലർ അയൺ റിംഗ് ഹാസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 12 സെന്റിമീറ്റർ. അപ്പോൾ ഈ പ്രോബ്ലത്തിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി അല്ലേ? ഏരിയ ഇതിൻ്റെ അത് തന്നിട്ടുണ്ട്. നേരത്തെ പ്രോബ്ലത്തിൽ ഏരിയ തന്നിട്ടില്ലായിരുന്നു. ആൻഡ് ലെങ്ത് 15 സെന്റിമീറ്റർ ഇൻ അയൺ. ദ എയർ ഗ്യാപ്പ് ഓഫ് 1 mm ഈസ് മെയ്ഡ് ബൈ എ സോക്കറ്റ്. അപ്പോൾ ആദ്യം എന്താ പറയാം, ഒരു 15 സെന്റിമീറ്റർ അയൺ ഇതുണ്ട്, അതിനുശേഷം 1 mm എയർ ഗ്യാപ്പ് അതിൻ്റെ അകത്ത് ഉണ്ട്. ഫൈൻഡ് ദ ആംബിയർ ടേൺസ് നീഡഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 24.84 മൈക്രോ വെബർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MMF ആണ്, ആംബിയർ ടേൺസ്. ഫൈൻഡ് ദ ആംബിയർ ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വി ഹാവ് ടു കാൽക്കുലേറ്റ് MMF. ഓക്കെ, റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് അയൺ ഈസ് 800. Neglect leakage and fringe. Okay, we will write this again. Okay, length is cross section and length is 50 centimeter. Okay, അത് എത്ര മീറ്റർ വരിക? 15 into 10 Okay, 15 centimeter into 10 raised to minus 2. And air gap is 1 mm. So that is Lg is equal to 1 into 10 raised to minus -3. 3. And they are telling area of cross section. Iron ring in the area of cross section 12 centimeter square. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 12 into 10 raised to minus 6 ആണോ 4 ആണോ വരിക? സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് മാറ്റണം. 12 into 10 raised to minus പറയടോ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10 raised to minus 2. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 10 raised to minus 4. 4. Okay, then what they have given? Flux they have given. Phi is 24.84 microweber. Okay,
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MMF ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം പറ? ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുക? അല്ലെ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കൂടുതലൊന്നും ചിന്തിക്കണ്ട. MMFന് നമ്മൾ 2 സെഷനായി തരുമ്പോൾ നമ്മൾ ഒറ്റ ഫോർമുലയെ പഠിച്ചിട്ടുള്ളൂ. ഏതാ? B ഇൻറ്റു L1 divided by L1 divided by ന്യൂ സീറോ ന്യൂ R. nu 0 nu r nu r1 mu r1 പ്ലസ് B ഇൻറ്റു LG ബൈ nu 0. mu r2. ഓക്കെ, mu r2 വേണ്ട, അവിടെ 1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. B എല്ലായിടയ്ക്കും സെയിം ആണ് കേട്ടോ. ഫ്ലക്സ് ഡെൻസിറ്റി സീരീസ് ആയതുകൊണ്ട് ഫ്ലക്സ് സെയിം ആണ്, അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയും സെയിം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം L1 തന്നിട്ടുണ്ടോ? LG തന്നിട്ടുണ്ടോ? mu 0 നമുക്ക് അറിയില്ലേ എന്തായിരുന്നു അതിന്റെ വാല്യൂ? 4 pi into 10 മുഹമ്മദ് നവീദ് മൈക്രോ വെബർ ആക്കണ്ടേ? ഓക്കെ, അത് തന്നെ 24.84 into 10⁻⁶, അല്ലെങ്കിൽ മൈക്രോ എന്നുള്ള സിമ്പിൾ അവിടെ എഴുതിയാണ്. ഓക്കെ, mu r1 കിട്ടി. ബാക്കി LG തന്നിട്ടുണ്ട്, mu 0 അറിയാം. mu r1 എത്രയായിരുന്നു വാല്യൂ? mu r1ന്റെ വാല്യൂ എത്രയായിരുന്നു? 800. ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് എന്തറിയില്ല? B അറിയില്ല അല്ലെ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് MMF ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറയുന്നത് MMF ആണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫോർമുലയിൽ എന്തറിയില്ല? B അറിയില്ല. അപ്പൊ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കും. അതിനകത്ത് നമുക്ക് 2 ടേം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അഡീഷണൽ തന്നിട്ടുണ്ട്. ദീസ് 2 ടേംസ് ആർ അഡീഷണൽ. നമ്മളത് ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏരിയ തന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലക്സും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫ്ലക്സ് ബൈ ഏരിയ ആണ് ആര്? അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പം B നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന്? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയാം. അത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ഡയഗ്രാം വരക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ഡയഗ്രാം വരക്കുക. ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് വല്ല വാല്യൂസ് എഴുതിയെടുക്കുക, എന്നിട്ട് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം.
സാറേ ബി എന്ന് വെച്ചാല് ഫ്ലക്സ് ഇൻറ്റു ഏരിയ ആണ്. ആ ബി എത്ര കിട്ടിയത് നിങ്ങൾക്ക്? ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫ്ലക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 24.84 ഇൻറ്റു 10⁻⁻6 തന്നിട്ടുണ്ട്, മൈക്രോ വെബർ അല്ലെ, 10⁻⁻6 വെബർ ആണ് ഫ്ലക്സ് തന്നിട്ടുള്ളത്. ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 12 ഇൻറ്റു 10⁻⁻4 അല്ലേ? ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വാല്യൂ പറയാൻ പറ്റുമല്ലോ അല്ലേ? ഈ 10⁻⁻4ഉം 10⁻⁻6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10⁻⁻2 ഉണ്ടാവും. 24.84 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2-ന് ഒരു വാല്യൂ ആണ്. 2 ഇൻറ്റു 10⁻², അതായത് 0.02 സംതിങ് ആണ് നമ്മുടെ വാല്യൂ വരിക അല്ലേ? എന്താ 0.0207. ആ 07. അത്രയും യൂണിറ്റ് എന്തായിരുന്നു? ഒന്നെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഫ്ലക്സിന് 2 യൂണിറ്റ് ഉണ്ടായിരുന്നു, വെബർ പെർ മീറ്റർ സ്ക്വയർ, സോറി ഫ്ലക്സ് ഡെൻസിറ്റിക്ക് 2 യൂണിറ്റ് ഉണ്ടായിരുന്നു, വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല അല്ലേ? അപ്പോൾ ബിയുടെ വാല്യൂ എല്ലാവർക്കും കിട്ടിയാ? ആ കിട്ടി. കാളിദാസ് കിട്ടിയാ? Yes, sir. ഓക്കെ. സാരംഗ്? ആ സാർ. ഓക്കെ. ഇനി ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ MMFന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് MMF എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ. അതിനിടയിൽ ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. ആരോ ഒരാൾ ആബ്സെന്റ് ആണെന്ന് മനസ്സിലായി. അഭിനന്ദ് കെ? അഭിനന്ദ് കെ പ്രസന്റ് ആണ്. അഭിനന്ദ് NP? ഓക്കെ, അഭിനന്ദ് NP ഇല്ല. ഓക്കെ. സാർ അഭിനന്ദ് NP കോവിഡ് ടെസ്റ്റിന് എന്തിനു പോയതാ? ആ ഓക്കെ. ഓക്കെ, ബി കിട്ടി. ഇനി MMF കണ്ടുപിടിക്കേണ്ടത് ബി 0.0207 ഇൻറ്റു L1, ദാറ്റ് ഈസ് 15 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7 ഇൻറ്റു 800 പ്ലസ് അഗെയിൻ 0.0207 ഇൻറ്റു LG, ദാറ്റ് ഈസ് 1 ഇൻറ്റു 10⁻³ divided by 4π into 10⁻7. So if you simplify this, tell me what is the answer you got. സർ 3096 ആംബിയർ ആണ്. അല്ല, നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് നോക്കാം. എന്നിട്ട് ബിന്റെ വാല്യൂ നീ എഴുതിയത് ശരിയാണോ നോക്കുക. 19.55. അത് കിട്ടി സാർ. 19.56 അല്ലേ? 90.57. ആയിരിക്കും ഇപ്പൊ തെറ്റിയത്, വാല്യൂ തെറ്റിയതായിരിക്കായിരുന്നു. അർജുൻ അർജുന നീ
ഈ വാല്യൂസ് തന്നെയാണ് എൻ്റർ ചെയ്താൽ നോക്കുക കാൽക്കുലേറ്ററിൽ. ഒന്നും കൂടി നോക്കട്ടെ സാറേ, മിനിറ്റ്. ആ സാർ കിട്ടി 19.56. ഒറ്റ ഡിഫറൻസ് വരുന്നത് സാറേ. 19.55 എന്ന പ്രശ്നമില്ലല്ലോ. 55 19.57 കുഴപ്പമില്ല. 19. ഓക്കെ, ഒരു 3 55 ആണ്. ഒരു 9.3 to 19.7 ആയാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? എടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ ഇപ്പം വൈൻഡപ്പ് ചെയ്യുക, കാരണം 6 മിനിറ്റും കൂടി ക്ലാസ് ബ്രേക്ക്. അപ്പോൾ ഇപ്പം വൈൻഡപ്പ് ചെയ്യാം. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. എനിക്ക് തോന്നുന്നത് കാൽക്കുലേറ്റർ പയ്യെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡിഗ്രി റേഡിയൻ ആണെന്ന് ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. ഓക്കെ സാർ. താങ്ക് യു സാർ. Thank you, sir.